ശൈഖുനാന്റെ ജീവിതകാലത്ത് നമുക്കൊക്കെ എങ്ങനെ പറയാൻ പറ്റും? ഒരാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ജീവിതത്തിൽ ഗീബത്ത് പറയാത്ത അല്ലെങ്കിൽ കേൾക്കാത്ത ഒരാളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് 100% കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അനുഭവിച്ചിട്ടെന്ന് പറയാനുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. എന്നാൽ എനിക്ക് അൽഹംദുലില്ലാഹ് പറയാൻ സാധിച്ചു, 40 വർഷത്തെ 4 പതിറ്റാണ്ട് ജീവിതത്തിൽ ഒരുപാട് ശൈഖുനായോട് ഒത്ത് പ്രവർത്തിച്ച സമയത്തൊന്നും മാറ്റി പറയാൻ ഒരു വർത്താനം പറഞ്ഞു കേട്ടിട്ടില്ല. എന്നാൽ ഒരാളെ പറ്റി ഗീബത്ത് പറഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല എന്ന് ശക്തമായി പറയാൻ സാധിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നിന്ന് പറയോ അല്ലെങ്കിൽ ഒരു ദിവസം എന്തെങ്കിലും ഒരു സദസ്സിൽ കൂടിയിട്ടോ ഉള്ള അനുഭവമല്ല, ഒരുപാട് ജീവിതത്തിലുള്ള അനുഭവങ്ങൾ. ഒരു ഗീബത്ത് പറയാത്ത കേൾക്കാത്ത ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ധൈര്യസമേതം പറയാൻ സാധിക്കും. അതാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ആത്തിഫ ഉസ്താദിന്റെ ക്വാളിറ്റി. ജീവിതത്തിൽ മോശമായൊന്നും പരാമർശിക്കില്ല. ബഹുമാനപ്പെട്ട മശായിഖ്മാരിൽപ്പെട്ട അബൂ യസീദ് ബിസ്താമി എന്ന ഒരാൾ ഇങ്ങനെ ശിഷ്യന്മാരെ കൂടെ പോവുക. അപ്പോൾ ശിഷ്യന്മാരൊക്കെ ഇങ്ങനെ മൂക്ക് പൊത്തി. എന്താ വിഷയം? അവിടെ കൈത ചത്തു കിടക്കുന്നു. ആ കൈതന്റെ വാസന ദുർഗന്ധം വമിക്കുന്ന വാസന കേട്ടപ്പോൾ എല്ലാവരും മൂക്ക് പൊത്തി. ബഹുമാനപ്പെട്ടവർ പറഞ്ഞ്, ഷെയ്ഖ് പറഞ്ഞ്, ആ കൈതരെ പല്ല് നോക്കടാ, എന്ത് രസമുണ്ട്, എന്ത് വെളുത്ത പല്ല്. അതാണ് ബഹുമാനപ്പെട്ടവർ കാണാൻ പറ്റിയത്. ആ വാസന മൂപ്പർക്ക് ആസ്വദിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ മോശമായിട്ട് തോന്നാൻ സാധിച്ചില്ല. മൂപ്പര് കണ്ടത്, ബഹുമാനപ്പെട്ടവർ കണ്ടത്, അബൂ യസീദ് ബിസ്താമി മഹാനവറുകൾ കണ്ടത്, ശൈഖുനാ പറഞ്ഞ കഥകളാണ്. അബൂ യസീദ് ബിസ്താമി മഹാനവറുകൾ കണ്ടത് ആ കൈതന്റെ നല്ല വെളുത്ത പല്ല. ഇതായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുനാന്റെ ക്വാളിറ്റി. ഒരാൾക്കുള്ള ക്വാളിറ്റി ഗുണം എന്താണ് എന്ന് പറയുന്നത് ദോഷം ഒരിക്കലും പറയാറില്ല. കുറവുള്ള ഒരുപാട് ആളുകളുണ്ടാവും, കുറവുള്ള എല്ലാവർക്കും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ എല്ലാവരും കുറവുകൾ ആരോടും മുണ്ടണ്ടെന്ന് പറഞ്ഞാൽ അത് തിരുത്താൻ പറ്റിയ ആളുകളോട് സാധിക്കുമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. അതല്ലാത്ത കുറവുകൾ പരസ്യമായി പറയാൻ പാടില്ല എന്നാണ് ജീവിതത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുനാ ആത്തിഫ ഉസ്താദ് നമ്മളൊക്കെ പഠിപ്പിച്ചത്. ബഹുമാനപ്പെട്ട അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി ദർജ ആസ്തിയായിക്കോട്ടെ. അവരൊന്നിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനാ ആത്തിഫ ഉസ്താദ് പിന്നീട് ജീവിതത്തിൽ നടപ്പാക്കിയ കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസമായിരുന്നു. വിദ്യാഭ്യാസ സംബന്ധമായ ദീനും ദുന്യാവും കിട്ടുന്ന വിദ്യാഭ്യാസം അതെന്താണെന്ന് മനസ്സിലാക്കി അതിന് വലിയ പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഗ്രേസ് വാലി എന്ന സ്ഥാപനം ബഹുമാനപ്പെട്ട ശൈഖുനാ ആത്തിഫ ഉസ്താദിന്റെ ചിന്താഗതിയാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞ്, നമ്മൾ ഇവിടെ കുറച്ച് കാശൊക്കെ കയ്യിൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുനാ പറഞ്ഞ് നമുക്ക് അവിടെ ഒരു സ്ഥാപനം തുടങ്ങാം. ഞാനൊക്കെ ചിന്തിച്ചത് കുറച്ച് കാശുണ്ടാക്കിയാൽ എന്തിനും ചെലവഴിച്ചൂടാ എന്നാ ഞാനൊക്കെ ചിന്തിച്ച്. ബഹുമാനപ്പെട്ട ശൈഖുനാ പറഞ്ഞത് നമുക്കൊരു സ്ഥാപനം തുടങ്ങണം, ദീനും ദുന്യാവുള്ള സ്ഥാപനങ്ങൾ തുടങ്ങണം. അതാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ആത്തിഫ ഉസ്താദിന്റെ ജീവിതകാലത്ത് തന്നെ തുടങ്ങിയ സ്ഥാപനമാണ്.